ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇത്രയും നേരം റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുകഞ്ഞ് ഞാനാകെ ഇല്ലാതായി പോയി കേട്ടോ. ഞാൻ മിസ്റ്റർ ബീസ്റ്റിൻ്റെ കുറേ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് മറ്റുള്ളവരൊക്കെ മറ്റേക്കൻ്റെ വീട്ടിൽ പോയി, ഏത് ഉണ്ണീൻ്റെ വീട്ടിൽ പോയി കേട്ടോ. ഉണ്ണീൻ്റെ വീട്ടിൽ പോയി എന്നെ വിളിച്ച്, ഞാൻ പോയിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ട് എങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നിൽക്കാൻ തോന്നുന്നു. എന്താ ഇമ്പ്രൂവ് ആക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഇപ്പോൾ അവർ മേലിൽ നിന്ന് വരുന്നുണ്ട്, ഞാൻ ഈ തണലത്ത് കാത്തിക്കുക. ഇവിടുന്ന് പാലത്തിൽ നിന്ന് പോകുന്നത് എനിക്ക് കാണാമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക. വിളിച്ചിട്ടുണ്ട്, വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവരും ഉണ്ട് അവിടെ സെറ്റ് ആയിക്കണ്. ഇപ്പോൾ ഡാമിൽ പോയി നേരെ കുളിച്ചിട്ട് ഡാമിൽ പോയി മുങ്ങിയിട്ടുണ്ടല്ലോ. ഇന്നലെ എൻ്റെ പുറത്തൊരു മുറി അയക്കണം. ഇന്നലെ രാത്രി ആയപ്പോൾ ആ മുറി യൂട്യൂബിൽ നിന്ന് ഞാൻ ഈ ക്യാമറ ഓണാക്കി അപ്പം തുടങ്ങും. എന്നെ ഒന്ന് പറയാനും സമ്മതിക്കില്ല, ഇവരെ കാണിക്കണമെന്ന്, ഫേമസ് ആക്കാൻ യൂട്യൂബിൽ ഫേമസ് ആക്കാൻ. ആരും ഫേമസ് ആക്കണ്ടേ? ഫേമസ് ആരും ആക്കണ്ട. ആദ്യം ഫേമസ് ആക്കണ്ടേ? കുറേ ആൾക്കാരുണ്ട്. ആദ്യം ആരും ഫേമസ് ആക്കണ്ടേ? ഓരോരുത്തരായി ഞാൻ ഫേമസ് ആക്കി തരും. ഞാൻ പറയണത് ചെയ്യണം, അപ്പോൾ ഫേമസ് ആവും നിങ്ങൾ. ഞാൻ പറയണത് ചെയ്ത ഫേമസ് ആവും. ലൈനിക്ക് എൻ്റെ മോനെ, അവൻ ഫേമസ് ആയി. നീ ഫേമസ് ആയി. നീയല്ലേ ഫേമസ് ആവണ്ടേ? ഹലോ പറ. ഇങ്ങോട്ട് ക്യാമറയ്ക്ക് നോക്കിയിട്ട് നീ ഫേമസ് ആയി. ഇനി അടുത്ത നീ എന്താ പറയണ്ടേ? നീ മറ്റേ കുട്ടീൻ്റെ സൗണ്ട് ഉണ്ടാക്ക്. നീ ഫേമസ് ആയി. നീ ബേക്കോട്ട് നിനക്കെന്ത് കഴിവുള്ളേ? അവൻ ഫേമസ് ആയി. അത് ഫേമസ് ആയി. മതി ഓക്കെ എന്തൊരു ശല്യം നോക്കി. ഞാൻ ക്യാമറ ഓണാക്കി അപ്പൊ തുടങ്ങും ഫേമസ് ആവണം പറഞ്ഞു. ഞാൻ കുറെ നേരം വെയിലത്ത് കാത്തിക്കണേ. എല്ലാവരും വന്നോ? നീ നേരെ പോവാ, ഡാമ പോയി ചാടാ. ഇവന്മാര് കുറെ നേരം കേട്ടോ എന്നെ ശല്യപ്പെടുത്തണേ. ഒന്ന് മാറുമോ? കുറെ നേരം എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് ക്യാമറ ഓണാക്കി തന്നെ പരിപാടി. എന്നെ വളയും ഇവന്മാരൊക്കെ. ഗ്രാനില്ല നമ്മളെ തൊട്ടിൽ കളിച്ചേ. എൻ്റെ മോനെ ഇന്നലെ തൊട്ടിൽ കളിച്ചിട്ട് കാണുന്ന എൻ്റെ പുറത്ത് വലിയ ബുക്ക് തുറന്നു വെച്ചോലെ വലിയ വരിയൊക്കെ ആയിട്ട്. വരിയല്ല, വലിയൊരു വര പോലെ ബുക്ക് തുറന്നു വെച്ചോലെ മുറിയായിട്ടേ. അമ്മേ എടാ, ഞാൻ തൊട്ടളിക്കൊന്നുമില്ല. ഞാൻ വെള്ളത്തിന്റെ മേലെ കൂടെ വെറുതെ നീന്തി കളിക്കുകയുള്ളൂ കേട്ടോ. മോനെ ഡാമിക്ക് ഇറങ്ങിയില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടോ. വെറുതെ കുരുവൊക്കെ പൊന്ത് വേണ്ടതാണ് കേൾക്കണേ. എൻ്റെ കഴിഞ്ഞ കൊല്ലം പൊന്തി കുരുവിൻ്റെ അടയാളം ഇതുവരെയായിട്ട് പോയിട്ടില്ല. ഫോണാ തണലത്തെ എവിടെയല്ലേ വെച്ചു. ഫോൺ ഹീറ്റ് ആയണ്ടല്ലോ, നല്ല രസമുണ്ടാവും. എൻ്റെ ഒരു പഴയ ഐഫോൺ 8 ഹീറ്റായിട്ട് ഒന്ന് അടിച്ചു നോക്കണം. പിന്നെ ഇത് രണ്ടാമത്തെ ഐഫോണാണ്. ഇത് അടിച്ചു പോകാൻ ഞാൻ സമ്മതിക്കൂല. ഡാം കുളിക്കണേ കുഴപ്പമില്ല. കുളിച്ച് കഴിഞ്ഞാണ്ടല്ലോ മഞ്ഞപ്പിത്തം പിടിക്കുന്നതുകൊണ്ട് പേടി എനിക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല കുരു എന്താനുള്ള ചാൻസ് ഉണ്ട്. കുരു എന്തായാലും മഞ്ഞപ്പിത്തം പിടിച്ചാലും കഴിഞ്ഞ്. എവിടെ മറ്റേ വലിയവരല്ലേ? അത് വലിയവരല്ലേ? നീന്ത വന്നല്ലോ. അങ്ങനെ തവളേൻ്റെ കുരുവല്ല, തവളേൻ്റെ ചെറിയ സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് തവളേനെ ഒന്നാമത് എനിക്ക് തവളേനെ പേടിയാ. എന്നിട്ട് അതും കൂടി അത് എന്തായാലും നമ്മൾ ചാടുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ പോകും. അപ്പോൾ കാണൂല, അറിയാതെ ചവിട്ടാന്നായി. എൻ്റെ മോനെ ജിമ്മാണ്. നീ ജിമ്മൊക്കെ പോയിട്ട് എത്ര കാലം കഴിഞ്ഞ്? 2 മാസം. നിന്റെ പച്ചകുത്തിയ നിന്റെ പച്ചകുത്തിയ ഹൈലൈറ്റ് പോനെ. അത് വേറെ എന്തെങ്കിലും കുത്തിക്കൂടെ നിനക്ക്? ഉണ്ണി ജിമ്മ് പോയി. ഇവനൊക്കെ ജിമ്മ് പോയതല്ലേ? ഇവനൊക്കെ ജിമ്മ് പോയതാ. ഒരു ദിവസം ഒരാഴ്ച പോയി വന്നിട്ട് ഞാൻ എൻ്റെ ബോഡി കാണിച്ചിടാം. ഇവിടെ ഞാൻ എൻ്റെ ബോഡി കാണിച്ചിട്ട് ഇത് പിടിച്ചോ. ഞാൻ എൻ്റെ ബോഡി കാണിച്ചിടാം. കണ്ടോ? എനിക്കല്ല അതോ ആരൊക്കെ വരുന്നുണ്ട് ആമാണാന്. എൻ്റെ മേലും വന്ന് കാണും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ക്യാമറ പിടിക്കണ ഫോട്ടോ അല്ലല്ലോ, ക്യാമറ അല്ല ഇതുണ്ടോ? അതാണ് എൻ്റെ ബോഡി. അത് ആരൊക്കെ വരുന്നത്? എൻ്റെ മോൻ ആരൊക്കെ വരുന്നത്? എൻ്റെ മോനെ എടാ ആരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് അടിയും ചാടി ഞാൻ ചാടും കേട്ടോ. അവര് ഡാം കാണാൻ വന്നു തോന്നുന്നു. ഞാൻ ഇവിടെ കൊണ്ട് തോന്നുന്നു അവരിങ്ങോട്ട് വരാത്തെ. ഫസ്റ്റ് ആടി എടാ സെക്കൻഡ് ഞാൻ ചാടാം. സെക്കൻഡ് തേർഡ് ഞാൻ ചാടാം. ഫസ്റ്റ് അടിയും ചാടിയ സെക്കൻഡ് തേർഡൊക്കെ ഞാൻ ചാടാം. ഉണ്ണിയാടോ ഫസ്റ്റ്? ഉണ്ണി ഫസ്റ്റ് ആടോ? ഉണ്ണി ഫസ്റ്റ് ആടോ. ഉണ്ണി ബാഹു പിന്നെ എന്തിനാ അവൻ്റെ പേരിന് ബാഹുബലി. പിന്നെ എന്തിനു മേടിക്കണം? ചാടുണ്ണി. നീ ഫസ്റ്റ് ആടി, ഞാൻ സെക്കൻഡ് ആടും ഉറപ്പ്. നീ ഫസ്റ്റ് ആടി, ഞാൻ സെക്കൻഡ് ആടും. സെക്കൻഡ് ഞാൻ ചാടും പറഞ്ഞാൽ ചാടും. അതത്രേ ഉള്ളൂ. ചാടുണ്ണിയെ ചാടാ. അവരിവിടെ എത്തിടോ. അവരിവിടെ എത്തി. ചാടി അതെ നിന്റെ എൻ്റെ മോനെ. ചാടി പറ്റില്ല. നീ ചാട്. തന്നോട് എടാ നീ ചാട്. ഒന്ന് പേടിക്കല്ലേ, ചാടി. കൊറേ നേരെ ചാടുന്ന പേര് പറഞ്ഞിട്ട് ചാട്. അതത്രേ ഉള്ളൂ. മുടിയ മോണ്ട് എന്നാ
അത് ചാടാനും അറിയില്ല, നീന്താനും അറിയില്ല. അതാ തവള പൊട്ടിച്ച് മേലേക്കൂടെ പോണ്. ബെൽറ്റ് അടിക്കുന്നത് പറ്റില്ല, അല്ലെങ്കിൽ എന്റെ പുറം ഇന്നലെ പോയിട്ട് ഒരുമാതിരി ആയിരിക്കും. നല്ല ആംഗിൾ തന്നെ. ചാടണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പോലെ ട്രൗസർ കയറിണ്ടോ അമ്മയും അവരൊക്കെ പോയി. അവരൊക്കെ നല്ല ലുക്ക് ഇട്ടിക്കണേ, ഇവനൊക്കെ നല്ല ലുക്ക് ഇട്ടിക്കണേ. ഞാൻ എന്തായാലും നീന്തട്ടോ, നീന്തി കഴിയുന്നേരം ക്യാമറ അവിടെ വെക്കണം. ടൈം ലാപ്സ് വെച്ചിട്ടും കാര്യമില്ല, മൊബൈൽ ഹീറ്റ് ആവും. നമുക്ക് ഈ ട്രൈപ്പോഡ് ഫോൺ പിടിച്ചാൽ ചാടിയല്ലോ. പോടാ കാണുന്നേ, അതൊക്കെ നിങ്ങൾ മാനത്ത് കണ്ടാൽ മതി. ചാടി ചാടി, അതാ ബെൽറ്റ് അടി. വീഡിയോ എടുക്കാൻ പറ്റാൻ ഈ ബെൽറ്റ് അടി. അവിടെ അവിടുന്നാണോ? എന്നാ പിടിച്ചോ, ചാടി ചാടി ചാടി. അതിന്റെ പോറ നല്ല കുത്തു തീക്കണേ. നീ നെക്സ്റ്റ് ഉണ്ണി പോ അച്ചോ, നീ ഇത് പിടി. ഞാൻ ഇവിടുന്ന് നേടാം, ഞാൻ ഇവിടുന്ന് നേടാം. ഏയ് ചാടി. അയ്യോ, ഇവിടെ ചെവിയിൽ നല്ല വെള്ളം കയറി. ഒരു ചാടി ചാടി കേട്ടോ, ചെവിയിൽ നല്ല വെള്ളം കയറി. ആ ഈ ചെവി ഓപ്പണായി, ഈ ചെവി ക്ലോസ് ആയി. ആ പിന്നെ മോനെ ഞാൻ ബെൽറ്റ് അടിക്കൂല. എൻ്റെ മേലിലൊന്നും പറ്റിയില്ല കേട്ടോ, കുറേ അവിടെ ഇവിടെ അടിച്ചില്ല. ഈ ചെവി ഓപ്പണായി, ഈ ചെവിയിൽ വെള്ളം കയറി. ആ എന്തായാലും നമുക്ക് കുളി കഴിഞ്ഞിട്ട് സെറ്റാക്കാം, കുളി കഴിഞ്ഞിട്ട് സെറ്റാക്കാം. വലിയ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് കുളിക്കാൻ പോവാണ്. തൊട്ടലി സാറ്റലിക്ക് വെള്ളത്തിൻ്റെ സാറ്റലിയും തൊട്ടലിയൊക്കെ കളിക്കുന്നൊക്കെ പറയണേ. എന്താ സംഭവിക്കാമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുളി കഴിഞ്ഞിട്ട് കാണാം. മൊബൈൽ അവിടെ ടൈം ലാപ്സ് ആക്കി വെച്ചാൽ മൊബൈൽ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആകെയുള്ള ഒരു മൊബൈലാണ്, അതെങ്ങനെയൊക്കെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് മൊബൈൽ ഇവിടെ ഓഫാക്കി വെച്ചാൽ ആരെങ്കിലും വന്നാലും അതെനിക്ക് പേടി. അവിടെ വേറെ ആരെങ്കിലും മൊബൈലുണ്ടോ നിൽക്കണോ? ഉണ്ണി മൊബൈലുണ്ടോ നിൽക്കണോ? അച്ഛയോ മൊബൈലുണ്ടോ നിൽക്കണോ? ആ ഈ ചാടാൻ വേണ്ടി നിൽക്കുമ്പോണ്ടല്ലോ എല്ലാവരും കയറി. ഓരത്തെ മേലെ കാട്ട് കയറിയിട്ട് മേലിൽ ചൊറിയുണ്ട്. മേലെ കാട് വരെ അവൻ നീന്തി പോയിട്ട് ചൊറിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയറ്റിച്ച്. ഇപ്പം 20 രൂപ ഉണ്ട് എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ. 20 രൂപ കിട്ടിയിരിക്കണേ. എന്നാ ബിങ്കോ അവിടെ മേടിച്ചിട്ട് അവന് തിന്നിട്ട് പോവാ. വേമ്പോ എടാ, കട ഇത്ര അടുത്താ. പോ ഗോ എടാ, എടാ നീ ഇന്നാ പോയിട്ടോ. ആ എടാ പോയിട്ട് പിടി. ഒരു 20 രൂപയ്ക്ക് ബിങ്കോ മേടിക്കാനാണ് എത്ര പാട്. അതാണ് ബിങ്കോ മേടിച്ചിട്ട് ഇവിടെ തിന്നോണ്ടിരിക്കായിരുന്നു. അപ്പൊ എന്ത് ചൂടറിയോ, ചൂട് പറഞ്ഞ പിന്നെ ബാക്കി 5 തിരിച്ചുണ്ടോ, അല്ലെങ്കിൽ 4 മേടിക്കണം. എന്നിട്ട് ഞാൻ അച്ഛനെ വിളിച്ചു പോട്ടെ. എന്നാ മറ്റേ ഓക്കി ബിരിയാണി ഒന്നും കണ്ടില്ല അവിടെ. അതെന്താ ഉണ്ണി എന്റെ ഓക്കെ ബിരിയാണി മേടിച്ചോ. നീന്തി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് അങ്ങോട്ട് നീന്താൻ പോകുന്ന തോന്നുന്നത്. പക്ഷെ ഞാൻ നീന്താൻ പോകില്ല, ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ നീന്താൻ പോകില്ല. വീട്ടിൽ കുറച്ച് നേരം അകത്തിരുന്നിട്ട് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ നോക്കിക്കട്ടെ. അച്ഛനോട് പുറത്തിരുത്തിയിട്ടുണ്ട്. അച്ഛൻ വിചാരിച്ച് ക്യാമറ ഇപ്പോൾ തിരിക്കുന്നു വിചാരിച്ചിങ്ങനെ കാത്തുക അനങ്ങാതെ വീൽ ചെയറിലിരിക്കുക. ജിമ്മി കാവല്. ജിമ്മി ഉഷാറാട്ടോ. ജിമ്മീനെ ഡാമക്ക് കിട്ടിയില്ല അച്ഛാ, അല്ലെങ്കിൽ ഞാൻ ജിമ്മീനെ മുക്കിയാനെ. കാര്യം അറിയാലോ, ഇന്ന് ജിമ്മീനെ ഡൗൺ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ജിമ്മീനെ അങ്ങോട്ട് മുക്കിയാനെ. ഇന്നലെ ഞാൻ എൻ്റെ മുക്കി. ജിമ്മി നീന്തണമാണ്, ജിമ്മിക്ക് നീന്താനൊക്കെ അറിയാം. കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല നീന്തൽ ജിമ്മി. ഞാനൊക്കെ 6 മണിക്ക് എണീറ്റിട്ടുണ്ട്. 6 മണിക്ക് എണീറ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ
ഞാൻ കടന്നുറങ്ങണം വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ തന്നെ നല്ല ഉറക്കം വന്നു. ഞാൻ എനിക്ക് കുറേ ശ്രമിച്ചിട്ട് വെച്ചു, എന്താ പറയുക, തണുത്ത വെള്ളം കുടിച്ച് നോക്കി, എന്നിട്ടും എൻ്റെ ഉറക്കം പോകുന്നില്ല. പിന്നെ പുറത്ത് ഇറങ്ങി വെറുതെ അങ്ങോട്ടും കൊണ്ട് വെറുതെ ഓടി നോക്കി, എന്നിട്ടും എൻ്റെ ഉറക്കം പോകുന്നില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കട്ടലിലും വല്ല കടന്ന് പുതപ്പം പോയിച്ചിട്ട് ഞാൻ കടന്നുറങ്ങി. എന്നിട്ട് എണീറ്റത് ഉച്ചയ്ക്ക്. എണീറ്റ് ഫുഡെല്ലാം കഴിച്ചിട്ട് അപ്പം തന്നെ പോയിക്കുന്നു. എങ്ങോട്ട്? നമ്മൾ ഡാമിൽ പോയില്ലേ, അതന്നെ. 2-3 ദിവസം മുന്നേ ഉണ്ടല്ലോ ഞങ്ങളെ കട്ടലിൻ്റെ അടിയിൽ നിന്ന് പൂച്ചക്കുട്ടികൾ 2 പുറത്തേക്ക് ഇറങ്ങി നടക്കണേ. ഞങ്ങളെ പൂച്ച പ്രസവിച്ചെന്ന് ഞാൻ കുറേ ദിവസമായി കുറേ ആഴ്ചയായി പ്രസവിച്ചിട്ട് കണ്ണു തുറന്നിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. ഇന്ന് രാവിലെ അങ്ങനെ കുറേ കയ്യിലെടുത്ത് കാണാൻ എന്ത് രസമറിയോ. പണ്ടത്തെ പൂച്ചക്കുട്ടികളൊന്നും അല്ല, ഇപ്പോഴത്തെ പൂച്ചക്കുട്ടി കാണാൻ എന്ത് രസം. ഞാൻ പിടിച്ചോണ്ട് നിൽക്കാൻ തോന്നുന്നു. പക്ഷേ അതിൻ്റെ അമ്മ പൂച്ച ഉണ്ടല്ലോ, അതിൻ്റെ അമ്മ പൂച്ചയെ പിടിക്കാൻ സമ്മതിക്കൂല. കുട്ടീനെ കാണിച്ചുതരാം. എന്ത് രസമറിയോ. ഓ കയ്യിൽ നിന്ന് വിടാൻ തോന്നില്ല പിടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അതിൻ്റെ തള്ളപ്പൂച്ച മാത്രമുള്ള പേടിയും കൊണ്ടാണ് ഞാൻ കയ്യിൽ നിന്ന് വിട്ടത്. ഇന്നോളൂ ഒരു പൂച്ചക്കുട്ടിയെ കാണിച്ചോളൂട്ടെ. ഇങ്ങോട്ട് നോക്കണോ, എന്ത് രസം നോക്ക്. അയ്യോടോ എന്ത് രസാ, നീല കണ്ണ് പൂച്ചക്കുട്ടിക്കൊക്കെ. അയ്യോ അധികം കരയല്ലേ, ഇതുണ്ട് ഫുള്ള് മഞ്ഞ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടോ. 9 മണിയായപ്പോൾ അമ്മ മുറ്റത്തിരുന്നിട്ട് ഓല ഇതാക്കൂലേ, മറ്റേ ചൂലിന് വേണ്ടിയിട്ട് ഓലയൊക്കെ ഇങ്ങനെ ആക്കൂലേ, മറ്റേ തെങ്ങിൻ്റെ പട്ടേന്ന് ഓല എടുത്തിട്ട് ഇങ്ങനെ ആക്കൂലേ, അതിനെ മുറ്റത്തിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് തോന്നുന്നത്. എനിക്കിപ്പോൾ ചോറ് കഴിക്കണം. അപ്പോൾ വ്ളോഗ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകാം കേട്ടോ. അമ്മേനെ കൂടി കാണിച്ചില്ല. അമ്മ മുറ്റത്തിരുന്നിട്ട് കോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് മറ്റേ ചൂലുണ്ടാക്കുക ഇറക്കിൽ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുറ്റത്ത്. അമ്മ ഇത് മൊത്തം തീർക്കുന്നേ. എത്ര മണിക്ക് കഴിയുമെന്തോ, ഇതെപ്പോൾ തുടങ്ങിയാൽ അറിയില്ല. ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ വ്ളോഗ് ക്ലോസ് ആയിട്ട് എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങട്ടെ. നേരത്തെ എണീക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ എണീറ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും നേരത്തെ എണീറ്റിട്ട്. സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ രാവിലെ എഡിറ്റ് ചെയ്യൽ അപ്ലോഡ് ചെയ്യൽ രാവിലെയാണ് പരിപാടി. പിന്നെ ഉറങ്ങി പോകുന്നതുകൊണ്ടാണ് ടാസ്ക് ഉണ്ട്. നാളെ നേരത്തെ എണീറ്റിട്ട് നേരത്തെ ഉറങ്ങാതെ എനിക്ക് പിടിച്ചിക്കണം കേട്ടോ. എത്ര നേരം വെച്ചാലും ഞാൻ ഉച്ചയ്ക്ക് എപ്പോൾ നല്ല ഉറക്കം വരുന്നാലും ഉറക്കം വരാതെ പിടിച്ചിക്കണം. എന്നാലേ ഡിസിപ്ലിൻഡ് ആവാൻ പറ്റുള്ളൂ. ഇന്നലെ ഉണ്ടല്ലോ ഉറങ്ങിയിട്ട് എണീറ്റ് ഉച്ചയായി. രാവിലെ ഉറങ്ങിയിട്ട് എണീറ്റ് ഉച്ചയായി. അപ്പോൾ ഇനി അങ്ങോട്ടൊന്നും പറയാല്ല. ഞാൻ ഇവിടുന്ന് വ്ളോഗ് ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.